സോ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 21 to 30 ക്വസ്റ്റ്യൻസുകൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ്. അതിൽ ഫസ്റ്റ് 21st ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10th ടേം ഓഫ് an arithmetic sequence is 20 and its 20th term is 10. നമ്മൾ ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടില് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മാർക്കും ക്വസ്റ്റ്യനും ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടേംസുകൾ ഏകദേശമൊക്കെ ഒരുപോലെയാണ്. ഓക്കെ, ഇവിടെ 20th ടേം ആയിട്ട് തന്നിരിക്കുന്നത് 10 ആണ്. നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. ഞാൻ അതിന്റെ കോമൺ ഡിഫറൻസ് കാണണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചെയ്തത് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ചെയ്തത് ആദ്യം തന്നെ ടേം ഡിഫറൻസ് കണ്ടുപിടിച്ചു. ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 20 മൈനസ് 10. പിന്നെ നമ്മൾ പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിച്ചു 10 മൈനസ് 20. ഇവിടെ നമുക്ക് കിട്ടുന്നത് this will be 10 times common differences is minus 10. therefore the common difference is minus 1 എന്ന് കിട്ടും. അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിന് രണ്ടിനെയും ഓരോ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. നമുക്ക് 10th ടേം അറിയാം. അപ്പൊ അതിനെങ്ങനെയാണ് നമ്മൾ എഴുതുക? ദിസ് വിൽ ബി ഈക്വൽ ടു a പ്ലസ് 19d is ഓക്കെ, ഇതാണ് നമ്മുടെ 10th ടേം. ഇവിടെ നമുക്കിത് 20 ആയിട്ട് പ്രൊവൈഡ് ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്നും സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് 10 is equal to a പ്ലസ് 9d. ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രാജുവലി കോമൺ ഡിഫറൻസ് d is equal to -1 എന്ന് കിട്ടും. ഏത് രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയാണ് എളുപ്പം അത് യൂസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. അതാണ് നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ഇറ്റ്സ് 30th ടേം. 30th ടേം കണ്ടുപിടിക്കുക എങ്ങനെയാണ്? T30 is equal to a plus n minus 1 into d which is equal to a plus 29 into -1. ഇവിടെ നിന്ന് നമുക്ക് a minus 29 എന്ന് കിട്ടും. T30 is equal to a minus 29. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ആയിട്ടുള്ള ഒരു ടേം യൂസ് ചെയ്തിട്ട് അത് ഓൾജിബ്രിക് ഇക്വേഷനിലിട്ട് അതിൽ നിന്ന് എന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മളിത് ചെയ്തിട്ടുള്ളതാണ്. സപ്പോസ് നമ്മൾ 10th ടേം ആണ് എടുക്കുന്നത് വിചാരിച്ചു. ഇത് നമുക്ക് 20 ആയിട്ടല്ലേ ഇട്ടിരിക്കുന്നത്. 20 ഈസ് ഈക്വൽ ടു a പ്ലസ് 9 ഇൻറ്റു -1 വിച്ച് ഇസ് ഈക്വൽ ടു a മൈനസ് 9. ഓക്കെ, therefore a ഈസ് ഈക്വൽ ടു 29. അത് നമുക്ക് a ഈസ് ഈക്വൽ ടു 29 എന്ന് കിട്ടി. ഇത് നമ്മൾ ഈ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? T30 is equal to a minus 29. a നമുക്ക് എത്ര കിട്ടിയത്? 29. So 29 minus 29 is equal to 0. Now the third sub question എന്ന് പറയുന്നത് which is the first negative term of this sequence. നമുക്ക് 30th ടേം ആയിട്ട് കിട്ടിയിരിക്കുന്നത് 0 ആണ്. നമുക്ക് നെക്സ്റ്റ് ടേം കണ്ടുപിടിച്ച് നോക്കാം. 31st ടേം, ദാറ്റ് is a plus n minus 1 into d. a നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. n minus 1 31st ആയതുകൊണ്ട് 31 minus 1 ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. കോമൺ ഡിഫറൻസ് നമ്മൾ -1 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഫ്രം ദാറ്റ് വി ഗെറ്റ് ഇറ്റ് ആസ് -1. അപ്പോൾ 0ന് ശേഷം വരുന്ന ഈ നമ്പർ ആണ് നമുക്ക് ഫസ്റ്റ് നെഗറ്റീവ് ടേം ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നൗ 22nd ക്വസ്റ്റ്യൻ ഇസ് 1, 3, 5 etc. is an arithmetic sequence. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ഇറ്റ്സ് 20th ടേം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? നമ്മൾ അതിന്റെ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3 minus 1 is equal to 2. കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാം. 20th ടേം ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഇസ് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കിവിടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. സോ 1 പ്ലസ് 19 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 1 plus 38 is equal to 39. നമുക്ക് 20th ടേം കിട്ടി. Now the second sub question is find the sum of the first 20 terms of this sequence. Sum of n terms എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വാട്ട് ഇസ് എ ഫോർമുല? ആദ്യം എന്താണ് നമ്മൾ ഫോർമുല എടുത്ത് എഴുതുക. എന്താണ് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? Sn is equal to n by 2 into 2a plus n minus 1 into d. Sum of n terms. റീസണൽ ഇക്വേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം എഴുതിയിട്ട് ശേഷം അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഗിവൺ ആയിട്ടുള്ള വാല്യൂസുകൾ എടുത്ത് എഴുതുക. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കാം. കാരണം ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിക്കേണ്ടതാണ്. ഓക്കെ, സോ ദിസ് ഇസ് n by 2 into 2a plus n minus 1 into d. ഇനി ഇതിൽ നമുക്ക് S20 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് 20 ടേംസിന്റെ സമ്മ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദിസ് ഇസ് 2 into ഫസ്റ്റ് ടേം നമുക്ക് പ്രൊവൈഡഡ് ആണ് 20 minus 1 into കോമൺ ഡിഫറൻസ് 2 which is equal to 10 into 2 plus 19 into 2 which is equal to 10 into 2 plus 38 which is equal to 400. Okay, now the
third sub question. What is the sum of first 20 terms of the arithmetic sequence 6, 8, 10, etc.? വേറൊരു അർത്ഥമെറ്റിക് സീക്വൻസ് തന്നിരിക്കുകയാണ്. അതിലെ ഫസ്റ്റ് 20 ടേംസിന്റെ സമ്മ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യം തന്നെ അതിന്റെ കോമൺ ഡിഫറൻസ് കിട്ടുക. കോമൺ ഡിഫറൻസ് 2 തന്നെയാണ്. അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് 20 ടേംസിന്റെ ആണ്. ഇതേ ഫോർമുല തന്നെ എടുത്തിട്ട് താഴത്ത് എഴുതുക സം ഓഫ് n ടേംസ്. ഇതിനുശേഷം നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക equal to 500. ഓക്കെ, ഞാൻ ഈ ഓരോ കാൽക്കുലേഷൻസിലും എഴുതി കാണിച്ചു തരുന്ന സമയം കളയണമല്ല, ഓരോ സ്റ്റെപ്പും ഞാൻ കാണിച്ചു തരാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കും. ചിലവർക്ക് ഇങ്ങനെ ബ്രാക്കറ്റ് ഒക്കെ വരുമ്പോൾ ഏതാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, ഇതിലിങ്ങനെയൊക്കെ വരുമ്പോൾ ഏതാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിച്ചു തരുന്നത്. ഓക്കെ, now 23rd question is, in the figure O is the center of the circle, AB and CD are two perpendicular chords, angle D equal to 20 degree. അപ്പോൾ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ എ ബി ആൻഡ് സി ഡി രണ്ട് പെർപെൻഡിക്കുലർ കോഡ്സ് ആണ്, ആംഗിൾ ഡി 20 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. സിൻസ് ദേ ആർ പെർപെൻഡിക്കുലർ, ഇവിടെ നമുക്ക് പറയാം ഇതൊരു റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇവിടെ 20 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി പ്ലസ് 20 ഡിഗ്രി വിച്ച് ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. റീസൺ എന്താണ്? സം ഓഫ് ആംഗിൾസ് ഇസ് 180 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ആംഗിൾ എയുടെ മെഷർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു 70 ഡിഗ്രി. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി? ഇതാണ് നമ്മുടെ ആർക്ക് ബി ക്യു ഡി. ആർക്ക് ബി ക്യു ഡിയുടെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? ഇവിടെ 70 ഡിഗ്രി ആവുമ്പോൾ ആർക്ക് ബി ക്യു ഡിയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 70 into 2 which is equal to 140 degree. Okay. Third sub question is what is the central angle of arc APC? Arc APC യുടെ സെൻട്രൽ ആംഗിൾ, ആർക്ക് APC ഇതാണ്, അതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? which is 2 into 20 that is equal to 40 degree. Okay. Next is 24th question. First sub question is perimeter of a rectangle is 40 centimeters. Write a pair of numbers that can be the measure of its sides. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിളിന്റെ ഇക്വേഷൻ എന്താണ്? 2 into L plus B which is given as 40. This will be equal to, this implies L plus B is equal to 20. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പെയർ ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ദ മെഷർ ഓഫ് ഇറ്റ് സൈഡ്സ്. അതിന് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇപ്പൊ നമ്മൾ റെക്ടാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 20 ടോട്ടൽ വരണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ബ്രെഡ്ത്ത് 6 ആവാം, ലെങ്ത് 14 ആവാം, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് 2 ആയിട്ട് ലെങ്ത് 18 ആവാം, ഓർ 119. ഇങ്ങനെയുള്ള ഓപ്ഷൻസുകളാണ് എടുക്കുന്നത്. അപ്പൊ നമുക്കിതിൽ ഏത് വേണമെങ്കിലും എഴുതാം. ഏത് എഴുതിയാലും മാർക്ക് കിട്ടും. സോ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ലെങ്ത് 14ഉം ബ്രെഡ്ത്ത് 6 ആയിട്ട്. ഓക്കെ, നൗ ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇസ് perimeter of a rectangle is 40 centimeters and its area is 84 square centimeters. Find the length of its sides. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആദ്യം എടുത്ത് എഴുതുക L plus B is equal to 20. സപ്പോസ് നമ്മൾ ബിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്താൽ ലെങ്ത് എന്തെന്ന് വരും? ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ 20 minus x. ഓക്കെ, പിന്നെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഏരിയ ഓഫ് എ റെക്ടാംഗിൾ. ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്താണ്? ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് which is given as 84. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 20 minus x into x is equal to 84. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്ക് x² minus 20x is equal to minus 84 എന്ന് കിട്ടും. നമ്മൾ ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നത് x² minus 20x രണ്ട് സൈഡിലും 10 സ്ക്വയർ വെച്ച് ആഡ് ചെയ്യുക. ദിസ് വിൽ ബി ഈക്വൽ ടു minus 84 plus 10 square. This is x minus 10 the whole square is equal to 16. Okay, then x minus 10 is equal to ഈ സ്ക്വയർ റൂട്ട് മാറ്റുമ്പോൾ സ്ക്വയറിന്റെ ടേം മാറ്റുമ്പോൾ x minus 10 is equal to സ്ക്വയറിന്റെ ടേം മാറ്റുമ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 16. Okay, now x minus 10 is equal to plus or minus square root of 16 എന്താണ്? 4. Therefore x equal to 14 or x is equal to 6. x എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ആണ്. ബ്രെഡ്ത്ത് ലെങ്ത്തിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ മെഷർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് 6 ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് കിട്ടുന്നത് ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഓൺ ദിസ് 20 minus x we will get it as 14. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.
ഓക്കെ, നെക്സ്റ്റ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക് ബീഡ്സ് ആൻഡ് 4 വൈറ്റ് ബീഡ്സ്. ഒരു ബോക്സിൽ 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബീഡ്സ് ഉണ്ട്. വേറൊരു ബോക്സിൽ 5 ബ്ലാക്ക് ആൻഡ് 3 വൈറ്റ് ബീഡ്സ് ഉണ്ട്. ഇഫ് വി ടേക്ക് 1 ബീഡ് ഫ്രം ഈച്ച് ബോക്സ് വിത്തൌട്ട് ലുക്കിംഗ്, നമ്മൾ ഓരോ ബോക്സിൽ നിന്നും ഓരോ ബീഡ് വീതം നോക്കാതെ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ്? ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഇതിനകത്ത് 10, ഇതിനകത്ത് 8. നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് ആണ്. ഇവിടെ 10 ആണ്, ഇവിടെ 8 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 10 into 8 which is equal to 8. Now the second sub question is, what is the probability that both are black? നമ്മൾ രണ്ട് ബോക്സിൽ നിന്നും നോക്കാതെ എടുക്കുന്ന രണ്ട് ബീഡ്സും ബ്ലാക്ക് ആവുന്നു എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ബ്ലാക്ക് is equal to, ഫസ്റ്റില് ബ്ലാക്ക് എത്ര എണ്ണം ഉണ്ട്? 6. സെക്കൻഡില് 5 divided by 8. Okay, this will be equal to 30 by 80 which is equal to 3 by 8. Now the third sub question is, find the probability of one being black and other being white. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന രണ്ട് ബീഡ്സിൽ ഏത് ബോക്സിലാണെന്നല്ല, ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം വൈറ്റ് ആവുക എന്നുള്ളതിന്റെ ചാൻസ് എന്താണ്? സോ പ്രോബബിലിറ്റി ഓഫ് വൺ ബ്ലാക്ക് ആൻഡ് ദി അതർ വൈറ്റ് is equal to, ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എടുക്കുന്ന ബോക്സിൽ ബ്ലാക്ക് ആണ് കിട്ടുന്നതിനുള്ള പ്രോബിലിറ്റി 6/10, രണ്ടാമത്തേൽ പിന്നെ വൈറ്റ് ആണല്ലോ ഓപ്ഷൻ, അപ്പോൾ 3/8 പ്ലസ് ഓർ നമുക്ക് വേറെ ഏത് ഓപ്ഷൻ എടുക്കാം? ആദ്യത്തേന്ന് വൈറ്റും രണ്ടാമത്തേന്ന് ബ്ലാക്കും ആക്കുമല്ലോ. സോ ദാറ്റ് വിൽ ബി 4/10 into 5/8. This will be equal to 18/80 plus 20/80 which is equal to 38/8. Now 26th one എന്ന് പറയുന്നത് പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് 4 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നമുക്കൊരു പോളിനോമിയൽ വന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² - 5x + 10. ദെൻ പി ഓഫ് 2 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിന് പകരം 2 ആണ്, അതായത് എക്സിന്റെ വാല്യൂ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് പി ഓഫ് 2. ഓക്കെ, നൗ ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇസ്, write p of x minus p of 2 as the product of two first degree polynomials. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. p of x minus p of 2 എന്ന് പറയുന്ന ഈ ഒരു p of x minus p of 2നെ ഒരു രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ p of x minus p of 2 എന്താണെന്ന് കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് x² - 5x + 10 - 4 which is equal to x² - 5x - 6. Therefore x² - 5x - 6 is equal to 0 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ എങ്ങനെയാണ് നമ്മൾ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് കാണിക്കുക? ഐദർ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ക്വാഡ്രാറ്റിക് ഫോർമുല എടുത്ത് ചെയ്യാം. ദാറ്റ് ഇസ് -b x is equal to -b plus or minus root of b² - 4ac/2a. എന്നിട്ട് നിങ്ങൾ എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂ എടുത്ത് എഴുതുക, തെറ്റിപ്പോവാതിരിക്കാൻ. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് ഇസ് x is equal to -5. ഇവിടെ 5ന് ഇവിടെ നെഗറ്റീവ് വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് വന്നത്. ഓക്കെ, സൈൻ എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. സൈനിന്റെ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ തന്നെ, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ തന്നെ കംപ്ലീറ്റ് ആൻസർ തെറ്റിപ്പോകുന്ന ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്ത് പ്രോബ്ലം ചെയ്തപ്പോഴൊക്കെ നിങ്ങളോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -5 the whole square - 4 into 1 into 6 divided by 2 into 1 which is equal to 5 plus or minus root of 25 minus 24 divided by 2. X is equal to 3, 2 എന്ന് എഴുതി. that is x minus 3, x minus 2. ഇത് രണ്ടും ഓരോ ഫാക്ടേഴ്സുകളാണ്. സോ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ എങ്ങനെ എഴുതാം? x² - 5x - 6നെ നമുക്ക് x minus 3 into x minus 2 എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് 27th question. First sub question, A, draw a circle of radius 3 centimeters. Second sub question, mark a point P at a distance of 7 centimeters from its center. Third sub question, draw tangents from P to this circle.
Now radius 3 centimeter ഉള്ള ഒരു സർക്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ മാർക്ക് എ പോയിന്റ് പി അറ്റ് എ ഡിസ്റ്റൻസ് 7 സെന്റിമീറ്റർ ഫ്രം ഇറ്റ് സെന്റർ. സെന്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് പി മാർക്ക് ചെയ്യുക, വിച്ച് ഇസ് ദിസ്. നമ്മൾ ആ ലൈൻ ജോയിൻ ചെയ്യാണ്. Now the third sub question is draw tangents from P to the circle. സർക്കിളിലേക്ക് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ടാൻജൻസുകൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്തെടുത്തിട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുത്ത് അത് ഒരു സർക്കിളിന്റെ റേഡിയസ് ആക്കിയെടുത്ത് അതിന്റെ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഈ രണ്ട് സർക്കിളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ രണ്ട് പോയിന്റിൽ നിന്ന് പിയിലേക്ക് രണ്ട് ലൈൻസ് വരക്കുക ലൈക്ക് ദിസ്. ഈ രണ്ട് പോയിന്റ് എന്ന് പറയുന്നത് എയും ബി ആയിട്ട് എടുക്കുക. ഇവിടെ പി എയും പി ബിയും ടാൻജന്റ് ടു ദ സർക്കിളായി. ഓക്കെ. 28th question is, in the figure ABCD is a parallelogram. Angle A is 30 degree, AB is 12 centimeters, AD is 6 centimeters. First sub question is, find the length of DE. So ഇവിടെ നമുക്ക് 30 degree തന്നിട്ടുണ്ട്, ഇവിടെ 6 centimeter തന്നിട്ടുണ്ട്, ഇത് കംപ്ലീറ്റ് ആയിട്ട് 12 centimeter തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ 30 ഡിഗ്രിയുടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്തായിരിക്കും 60 ഡിഗ്രി അല്ലേ. സോ ഇൻ ട്രയാങ്കിൾ AED ആംഗിൾസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. Therefore അവരുടെ സൈഡ് റേഷ്യോസ് എന്തായിരിക്കും 1:√3:2 അല്ലേ. ഇപ്പൊ ഇവിടെ 6 ആണെങ്കിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. Therefore DE എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അതാണ് ഇവിടെ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം ABCD. ABCD എന്ന് പറയുന്ന ഈ പാരലലോഗ്രാമിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ ഓഫ് എ പാരലലോഗ്രാം എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് നമ്മൾ ഓൾറെഡി പ്രൊവൈഡഡ് ആണ്, ദാറ്റ് ഈസ് 12. ഹൈറ്റ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 3, വിച്ച് ഇസ് ഈക്വൽ ടു 36 സെന്റിമീറ്റർ സ്ക്വയർ. Now the 29th question is, the marks got by 6 students in an examination are given below, which is 26, 21, 32, 38, 45, 48. Find the mean of the mark. എങ്ങനെയാണ് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക? മീൻ ഇസ് ഈക്വൽ ടു, അതിന് തന്നെ ഇക്വേഷൻ എഴുതാൻ മറക്കരുത്, സം ഡിവൈഡഡ് ബൈ നമ്പർ, വിച്ച് ഇസ് ഈക്വൽ ടു 26 പ്ലസ് 21 പ്ലസ് 32 പ്ലസ് 38 പ്ലസ് 45 പ്ലസ് 48 the whole divided by എത്രണ്ണം ഉണ്ട് 6, which is equal to 210 divided by 6, which is equal to 35. Okay, that is the first sub question. Second sub question is, what is the median mark? മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് either നമ്മൾ ഈ മാർക്കിനെ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിലാക്കി എഴുതുക. ഇവിടെ നമുക്ക് ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുത് തൊട്ട് വലുത് വരെ, ദാറ്റ് ഇസ് ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതിയതിനു ശേഷം അതിന്റെ മിഡിൽ ടേം കണ്ടുപിടിക്കുക. ഇവിടെ മിഡിൽ എന്ന് പറയുന്നത് 2 വാല്യൂസ് ഉള്ളതുകൊണ്ട് ഈ 2 വാല്യൂസുകൾ തമ്മിൽ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മീഡിയൻ ഓഫ് ദ മാർക്ക് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 35. നൗ ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് 30th ക്വസ്റ്റ്യൻ ആണുള്ളത്. എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദി ഒറിജിൻ കട്ട്സ് ദ y ആക്സിസ് അറ്റ് ദ പോയിന്റ് 05. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ 2 പോയിന്റ്സ് ഓഫ് ദി സർക്കിൾ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫിഗറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിഗർ ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ റഫായിട്ട് നമ്മൾ സൈഡിലൊരു ഫിഗർ ഇതുപോലെയൊന്നുമല്ല, ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ചു നോക്കുക. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് പ്രൊവൈഡഡ് ആയിട്ടുള്ള വാല്യൂസുകൾ, മെഷർമെന്റ്സുകൾ എന്തൊക്കെയാണ് അതിനകത്ത് ഡിനോട്ട് ചെയ്യുക. അപ്പൊ തന്നെ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ 2 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. സർക്കിളിലുള്ള ഏതെങ്കിലും 2 പോയിന്റ്സ് കൂടെ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ 05ലാണ് y ആക്സിസിനെ കട്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇത് കാരണം ഇവിടെ സെന്റർ എന്ന് പറയുന്നത് O ആണ്, ഒറിജിനിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. ഒന്ന് 50 എന്ന് കിട്ടി, മറ്റൊന്ന് -50 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി 5,0 and -5,0. Okay. Now the second sub question is, what is the radius of the circle? Radius of the circle നമ്മൾ already കണ്ടുപിടിച്ചു, 5. Radius is equal to 5.
Now the third sub-question is verify whether the point 4, 4 lies on the circle. For distance in a formula എന്താണ്? Square root of x2 minus x1 the whole square plus y2 minus y1 the whole square. ഇവിടെ x1 y1 എന്ന് പറയുന്നത് നമുക്ക് 0, 0 ആയിട്ട് എടുക്കാം. നമ്മുടെ x2 y2 എന്ന് പറയുന്നത് ഈ പ്രൊവൈഡഡ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് കൊടുക്കാം. Now this will be 4 square plus 4 square. This is equal to square root of 16 plus 16. This is equal to root 32, which is greater than root 25, means which is not equal to 5. This is not equal to 5. അതിനർത്ഥം therefore not on the circle. ഓക്കെ, ഇങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത്രയാണ് ഈ ഒരു സെക്ഷൻ വീഡിയോയിൽ ഞാൻ എടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് 2 സെക്ഷനുകൾ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം ഞാൻ 10th തന്നെ കുറച്ച് ഫോക്കസ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ആൻസേഴ്സുകൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വീഡിയോ ആയിട്ട് ഇട്ട് തരാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ ഒരു ഗ്യാപ്പായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ അടുപ്പിച്ച ഈ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു സെക്ഷനിൽ ഇത്രയാണുള്ളത്. ബാക്കിയുള്ള 2 സെക്ഷനും കൂടിയുണ്ട്. ബാക്കിയുള്ള ഒരു 45 വരെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഞാനിപ്പോൾ 30 ക്വസ്റ്റ്യൻസുകളാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ ചെയ്തതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിൽ ചോദിക്കാം. ഞാൻ അത് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സബ്ജക്റ്റ് എക്സാം തുടങ്ങി കാണും. എല്ലാവരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ മാത്സിൻ്റെ എക്സാമിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you.